ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇന്നത്തെ ദിവസം മോന് വേണ്ടിയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. കാരണം ഞങ്ങൾ അവനുമായിട്ടൊരു ഓണം വെക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കണ്ണൂർ വിസ്മയ പാർക്കിലേക്ക്. കണ്ണൂരേക്കുള്ള റോഡ് വളരെ മോശമാണെന്നാണ് കേട്ട അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങളിന്ന് ട്രെയിനിൽ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. മോന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും അവർക്ക് ഇങ്ങനത്തെ ഒരു ബ്രേക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്കും ഉണ്ടാവുമല്ലോ, അപ്പം ഡെയിലി സ്കൂള്, പഠിത്തം, അപ്പോൾ അതൊന്നൊരു റിലീഫ് കിട്ടാനായിട്ട് ഇങ്ങനത്തെ ഒരു യാത്രകൾ അവർക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ അവർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. എല്ലാ വെക്കേഷൻ വരുന്ന സമയത്തും അവനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം അതാണ് അവർക്ക് കിട്ടുന്നൊരു റിലീഫിങ് ആയിട്ടുള്ളൊരു ടൈം. ആ സമയത്ത് പഠിക്കാൻ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഞാനത് എൻ്റർടൈൻ ചെയ്യിക്കാറില്ല. മാക്സിമം ഇവരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ കൂട്ടി കൊണ്ടുപോയിട്ട് എൻഗേജ്ഡ് ആക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വെക്കേഷൻ വരുന്ന സമയത്ത് അവന് ഭയങ്കര ത്രില്ലാണ്. കണ്ണൂരെത്തി. എങ്ങോട്ടാ പോന്നേ? വിസ്മയിൽ എന്തിനു പോവാ? നീന്താനോ വിസ്മയിൽ പോണേ. ഞങ്ങളിവിടെ കണ്ണൂർ സ്റ്റോപ്പിലെത്തി. ഇനി നല്ല ഭക്ഷണം കഴിച്ചിട്ട് ബസ് കയറിയിട്ട് പോകണം. പറശ്ശിനിക്കടവ് ബസ് കയറിയാൽ അവിടെ എത്തും പറ്റുന്നാണ് തോന്നുന്നത്. അല്ല, ഒരു ഷെഫിനെ മോനൂസ് ഇന്ന് തീറ്റ മത്സരത്തിന് വന്നാണ്. രണ്ടാമത്തെ ദോശയാണ്. ഉണ്ട്, രണ്ടാമത്തെ കണ്ട് നേരത്തേലും ഉണ്ട്. രണ്ടാമത്തെ ദോശ. ഞങ്ങളിവിടെ കോമളവിലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ വന്നിട്ട് ചായ കുടിച്ചത്. പേര് കുറച്ച് കോമഡിയാണെന്നുണ്ടെങ്കിലും ചായ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശ കഴിച്ചിട്ട്. പിന്നെ കണ്ണൂർ ഈ പലഹാരങ്ങളുടെ ഒരു നാടാണല്ലോ. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ പലഹാരം ദോശ അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവരും രാവിലെ. നല്ല നെയ്പ്പത്തൽ, ബീഫ് കറി, പിന്നെ എന്താണ് തയ്യാർ പത്തലുണ്ട്, ഒറോട്ടി. അപ്പോൾ അതൊക്കെ ഇവിടെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് മാത്രമല്ല, എല്ലാ ഫുഡും അടിപൊളിയാണ്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് നല്ല ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. അവിടുന്ന് പറശ്ശിനിക്കടവ് ബസ് കയറിയിട്ട് വിസ്മയൻ്റെ അവിടെ എത്തണം. പോവാന്നോ? പറയടാ, ഇപ്പൊ പറഞ്ഞോണ്ട് പറയും. ഓട്ടോയില് കേറിയിട്ട് ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തണം. ഇവിടെ നോക്കിട്ട് ഇവിടെ നമ്മൾ ഓട്ടോയില് കയറിയിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് ബസ്സിന്ന് വിസ്മയിലേക്ക് പോകും. ബസ് കയറിയിട്ട് വിസ്മയിൽ പോകും. വിസ്മയില് പോകും. ഷീൻ ബേക്കറി കണ്ണൂരിലെ ഫേമസ് ബേക്കറി ആണെന്നുള്ളതും ഇവിടെ അടിപൊളി ഗീ കേക്ക് കിട്ടും എന്നുള്ളതും എനിക്ക് പുതിയൊരു അറിവായിരുന്നു. ഞങ്ങൾ അവിടെ പോയി നോക്കി. പക്ഷേ രാവിലെ ഗീ കേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പകരം വേറെ 1-2 സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഈവനിങ് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തോണ്ട് അല്ലേ? കുറച്ച് അന്തേവാസികൾ അവിടെ ഇരിക്കുന്നില്ല.
ഞങ്ങളിവിടെ എത്തി. ഇവിടെ ഓണത്തിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ തിരുവാതിരക്കളി, പുലിക്കളി ഒക്കെ അല്ലേ ഇല്ലോ? അതാ മാവേലി ഉണ്ട് ഇവിടെ, മാവേലി അതാ. ക്യൂ വെച്ചാൽ എന്താണ്? ക്യൂ എന്ന് വെച്ചാല് വരി നിൽക്കുക. വരി നിൽക്കുന്നതിനാണ് ക്യൂ എന്ന് പറയാ. കുട്ടി ഉറങ്ങി ബസ്സിലെത്തിയിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഓണത്തിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ക്യൂ ആണ്. അവർ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് പോയിട്ട് ചേഞ്ച് ചെയ്യണം. ക്ലൈമറ്റ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു മൂടി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. എന്തായാലും നോക്കാം. മോൻ എത്ര റൈഡ്സിലാണ് കയറാൻ പോകുന്നത്? മോൻ ആദ്യമായിട്ടല്ലേ വരുന്നത്? ഫസ്റ്റ് ടൈം അല്ലേ വാട്ടർ തീം പാർക്കിൽ? ആണോ? സ്കൂളിൽ നിന്ന് വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ടല്ലോ വിദ്യാകേന്ദ്രയിലുള്ളപ്പോ? ആണോ? അവിടെ ഇഷ്ടായോ ആക്റ്റീവ് പ്ലാനറ്റ് പോയിട്ട്? ഇത് ഇവിടെ ഞാന് 10 റൈഡിലാണ് കയറുന്നത്. 10 റൈഡോ? ഇവിടെ 10 അല്ല, ഇവിടെ കൊറേ റൈഡ്സ് ഉണ്ട്. ഞാനിവിടെ 20 റൈഡ്സ്. 20ആ? 20ലും കൊറേ കൂടുതലുണ്ട്. 100 റൈഡ്സ് ഉണ്ടാവില്ല, പക്ഷെ കൊറേ റൈഡ്സ് ഉണ്ട് കേട്ടോ. കൊറേ ഉണ്ടാവും, ഒരു 50 ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലെല്ലാത്തിലും ഭാവിക്ക് കയറാൻ പറ്റൂല. അപ്പൊ ബേബീസിനൊക്കെ, മോന്റെ പ്രായത്തിലുള്ള കുട്ടികളില്ലേ, ചൈൽഡ്സിനൊക്കെ കയറാൻ പറ്റുന്ന അത്രയും റൈഡ്സിൽ കയറാം കേട്ടോ. പിന്നെ വെള്ളത്തില് പോകുന്നത് ഉണ്ടാവും, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നത്. ഇഷ്ടാണോ? സ്ലൈഡ് ചെയ്ത് പോവാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് പോകേണ്ടത്. സ്ലൈഡ് ചെയ്തിട്ട് ഒരു ട്യൂബ് പോലത്തെ സാധനം ഉണ്ടാവും. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ കയറി ഇരുന്നിട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നേരെ പോയിട്ട് ഒരു പൂളിലേക്ക് ചാടും. അടിപൊളിയാണോ? ഹാപ്പിയാണോ? ഹാപ്പിയാണോ? എന്താ തംസപ്പ്? മോന്റെ മുഖത്ത് ഇത് ബോക്സിംഗ് ക്ലാസ് ഒന്ന് ഒരു മാന്ത് കിട്ടിയതാണ് കേട്ടോ. ഇപ്പോ എനിക്കും അവനും സെയിം ആയതാ. ഇവിടെ ഒരു പാട്, എനിക്ക് ഇവിടെ ഒരു പാടുണ്ട്. പിന്നെ ഇവിടെ കാക്കാപ്പള്ളി, എനിക്കും ഇവിടെ കാക്കാപ്പള്ളി ഉണ്ട് അല്ലേ? നമ്മൾ ട്വിന്നിങ് ആയിപ്പോ. അവരവിടെ ടിക്കറ്റ് എടുത്തെന്ന് തോന്നുന്നുണ്ട്. മെല്ലെ പോയി നോക്കട്ടെ. ഒരു ഹായ് കാണിക്കൂ. വിചാരിച്ച പോലെ അല്ല, ഇവിടെ നല്ല വെയിലാണ്. 10:30 തോന്നുന്നു ഇവിടെ ഓപ്പണിംഗ് ടൈം. 10:15 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ചായ വേണമെന്ന് പറഞ്ഞാൽ ചായ അടിക്കാൻ പോയപ്പോഴത്തേനും 11:30 ആയിട്ടുണ്ട് സമയം. പിന്നെ ഇവിടെ കമ്പാരിറ്റീവ്ലി റേറ്റൊക്കെ കുറവാണ്. എന്താണ് ഈ ഒരു ലോക്കർ ഉണ്ടല്ലോ, അപ്പോൾ ലോക്കർ ആകെ 50 രൂപയുള്ളൂ. നമ്മൾ ആദ്യം 200 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. പക്ഷേ 150 രൂപ അവർ റിട്ടേൺ തരും.
കാര്യം എവിടെയോ ഒന്ന് പിഴവ് പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ കിച്ചൺ ഫ്രണ്ട്ലി പാർക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റൈഡ്സ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ടിക്കറ്റ് ഫീ കുറച്ച് കൊടുത്ത് കയറുമ്പോൾ കുറച്ച് റൈഡ്സ് ഉള്ളൂ കുട്ടികൾ. ശരിക്കും നമ്മള് ഇപ്പോൾ വണ്ടർലാന്ന് വെച്ചാൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ റൈഡ്സ് ഉള്ളതായിട്ട് തോന്നി. ഞങ്ങളവിടെ 3Dക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറിലേറെ നേരം അവിടെ ക്യൂ നിന്ന് അവസാനം അവർ പറയാ ഹൈറ്റ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോന് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. അപ്പോൾ ഇവിടെ റൈഡ്സ് ഒക്കെ മെയിൻ്റെനൻസിലാന്ന് തോന്നുന്നു, ഒന്നും അത്ര ഓപ്പൺ ആയിട്ടല്ല. ടില്ലു മോനെ റൈഡ് കയറ്റി പോയിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. കയറ്റിയില്ലെന്ന് തോന്നുന്നു. മോനെ കയറ്റിയില്ല. അവ എവിടെ? ഇവിടെ ശരിക്കും പിള്ളേർക്കുള്ള റൈഡ്സ് വളരെ കുറവാണ് കേട്ടോ. ഒരു 5-6 അത്ര ലെവലിലേ ഉള്ളൂ. അപ്പോ പിന്നെ ഞങ്ങള് ഒരു 3D ഉണ്ട് കുറച്ചൊരു എന്റർടൈൻമെന്റ് ആയിട്ട്. പക്ഷെ അവിടെ പോയി ഒരു 1 hour ക്യൂ നിന്നതിന് ശേഷമാണ് അവർ പറയുന്നത് 120 സെന്റിമീറ്റർ ഹൈറ്റിന് എബോ ഉള്ള പിള്ളേരെ മാത്രമേ അവർ അലോ ചെയ്യുള്ളൂ എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ബാക്കി ഹൈറ്റുള്ള ആൾക്കാരൊക്കെ കയറി ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് വാട്ടർ റൈഡ്സ് ഉണ്ട്, 1-2, അതും കുട്ടികൾക്ക് 1-2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കയറിയിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം. മോനൊക്കെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് സത്യം പറഞ്ഞാൽ. വളരെ കുറച്ച് റൈഡ്സ് ഉള്ളൂ, ഒരു 4-5 റൈഡ്സൊക്കെ ലാൻഡ് റൈഡ്സ് ഉള്ളൂ പിള്ളേർക്ക് പറ്റിയത്. ഇവിടെ നോക്ക്, ലിറ്റിൽ മെസ്സി. എവിടെ മോനൂസ്? എവിടെ മോനൂസിനെ വിളിക്ക്. സ്ലൈഡ് ചെയ്ത് വരാ, അതില് പോണം. മോനൂസിനെ കൂട്ടിക്കോ. ഇപ്പോഴാണ് കേട്ടോ ആള് നല്ല ഹാപ്പി ആയത്. കുഞ്ഞിട്ടാ, ഇവിടെ ഇഷ്ടായോ? ഓക്കെ ആണോ? സൂപ്പർ ആണോ? അടിപൊളിയാണ്, സൂപ്പർ. എന്നാലേ മെല്ലെ പൂളിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിന്നാണ്. നല്ല വെയിലാണ്. അപ്പോ പൂളിലേക്ക് ഇറങ്ങിയപ്പോ ശരിക്കും കുറച്ച് രസമുണ്ട്. ബാക്കി നോക്കിയോക്കെ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അടിപൊളിയായി.
എന്തൊക്കെ കഴിക്കുകയാണല്ലോ. മാങ്ങ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പൂളിലൊക്കെ കുറേ നേരം കളിച്ച് അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി വന്നതാണ്. ക്ലോറിൻ വെള്ളത്തിൽ കുറേ നേരം ഇരുന്നുകൊണ്ട് മൊത്തത്തിലൊന്ന് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ട് മോന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇവിടെ വന്ന് കുറേ നേരം അവൻ എൻജോയ് ചെയ്തു. എന്തായാലും അവനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇങ്ങനെ ഉണ്ടായി? അടിപൊളിയായോ? സൂപ്പറാണോ? എന്നാ എല്ലാവർക്കും ബൈ പറ. ബൈ. അങ്ങനെ ഞങ്ങളുടെ വിസ്മയ ടൂർ ഇവിടെ കഴിഞ്ഞു. സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അവസാനം സെക്യൂരിറ്റി ഓടിച്ചു. 8 മണിക്കാണ് ട്രെയിന്. ഇവിടുന്ന് ബസ് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പൊ അങ്ങനെയാണ്. കുഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ബൈ പറ. ബൈ.